കളമശ്ശേരി നഗരസഭാ അധ്യക്ഷയായി യുഡിഎഫിന്റെ ജെസി പീറ്റർ തെരഞ്ഞെടുക്കപ്പെട്ടു. വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ നൽകും. ഡാനി, വിശദാംശങ്ങൾ. അരുൺ, തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് എ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന യുഡിഎഫിൽ നിന്ന് ജെസി പീറ്ററാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 42 അംഗ കൗൺസിലിൽ അവർ 27 വോട്ടുകൾ നേടിയാണ് LDFന്റെ ഹെന്നി ബേബിയെ മറികടന്നത്. 15 വോട്ടുകളാണ് ഹെന്നി ബേബിക്ക് ലഭിച്ചത്. 23 അംഗങ്ങൾക്കൊപ്പം തന്നെ 4 സ്വതന്ത്രരുടെ പിന്തുണ കൂടി UDFന് ഉറപ്പാക്കാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമുക്ക് കടുത്ത വിഭാഗീയത ഐ ഗ്രൂപ്പുകൾ തമ്മിൽ ഈ ദിവസങ്ങളിൽ നിലനിന്നിരുന്നു. ഐ ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നടങ്കം രാജിവെക്കുമെന്നുള്ള ഭീഷണി ഉയർന്നിരുന്നു. ഒടുവിൽ KPCC നേതൃത്വം നേരിട്ടിടപെട്ടാണ് ഇതെന്ന് തൽക്കാലത്തേക്ക് പരിഹരിച്ചത്. പക്ഷേ ഇത് താൽക്കാലിക പരിഹാരം മാത്രമാണ്. വരുന്ന ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഐ ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നടങ്കം കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. ഇവർ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉൾപ്പെടെയുള്ളവ ബഹിഷ്കരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് എ ഗ്രൂപ്പ് അംഗങ്ങളും UDFിലെ കക്ഷികളായ ലീഗ് അംഗങ്ങളും മാത്രമായിരുന്നു കൗൺസിൽ ഹാളിൽ ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം പേരും 13 അംഗങ്ങളാണ് ഐ വിഭാഗത്തിനുള്ളത്. ഇവരെല്ലാം തന്നെ അവരെ അനുകൂലിക്കുന്ന പ്രവർത്തകർ പുറത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ ഒന്നടങ്കം ഈ പരിസരം വിട്ടു പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് വിഭാഗീയത വളരുമെന്ന് ഉറപ്പാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എല്ലാവരുടെ പിന്തുണ ഉറപ്പാക്കാൻ തനിക്ക് കഴിയുമെന്നും അതിന് കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് ജെസി പീറ്റർ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷയെ തെരഞ്ഞെടുപ്പ് ജെസി പീറ്റർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഡാനി, വിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിപ്പ് ലംഘിച്ചിരുന്നുവെങ്കിൽ, ഈ കൗൺസിലർമാർ വിപ്പ് ലംഘിച്ചിരുന്നുവെങ്കിൽ LDFന് ഭരണം നേടാവുന്ന അല്ലെങ്കിൽ പിടിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ AI ഗ്രൂപ്പ്, അതിന്റെ ഉൾപ്പോര് നിലവിൽ അത് എത്രത്തോളം തീവ്രമാണ് വരും കാലത്ത് ഉണ്ടാക്കാൻ പോകുന്നത്? അരുൺ, എറണാകുളം ജില്ലയിൽ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് ശക്തമാണ്. പ്രത്യേകിച്ച് കളമശ്ശേരി അതിന്റെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും എടുക്കുമ്പോൾ കാലങ്ങളായി തന്നെ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിഭാഗീയത, അതിന്റെ ഗ്രൂപ്പ് പോരുകൾ വളരെ ശക്തമാണ്. ഇക്കുറിയും അത് തന്നെയാണ് കണ്ടത്. 12 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ സ്വതന്ത്രരെ തങ്ങളുടെ പക്കം ചേർക്കുകയും ചെയ്ത ഐ ഗ്രൂപ്പ് കടുത്ത വിലപേശലാണ് അവർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്ന റുക്കിയ ജമാലിന് വേണ്ടി നടത്തിയത്. മുൻ നഗരസഭാ അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ ജമാൽ മണക്കാടിന്റെ ഭാര്യയാണ് റുക്കിയ ജമാൽ. റുക്കിയ ജമാലിന് വേണ്ടി അവസാന ഘട്ടം വരെ ഇവർ നിലയുറപ്പിച്ചു. തങ്ങൾ രാജിക്കത്ത് നൽകിയത് ഒന്നടങ്കം DCC പ്രസിഡന്റിനെ സമർപ്പിക്കുക കൂടി ചെയ്തു. റുക്കിയ ജമാലിനല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ രാജിക്കത്ത് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് നൽകിയത് കൊച്ചിയിൽ നിന്ന്.